വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ പറയാം, ദിലീപിന്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും വാങ്ങാതെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ചില നാറികൾ കിടന്ന് കുരയ്ക്കുന്നത് കൊണ്ട് പറയാണ്. ഇവിടെ നിങ്ങൾക്ക് ഇരക്ക് നീതി നേടിക്കൊടുക്കണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഈ കോടതി വിധി നിങ്ങളൊന്ന് പരിശോധിക്കുക. ഈ കോടതി വിധിയിലെ രണ്ടാമത്തെ കാര്യമാണ് ഇപ്പൊ ചർച്ച ചെയ്യുന്നത്. ഇതിങ്ങനെ ഓരോ മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ വീഡിയോ എന്തുകൊണ്ടാണ് ഇടുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായി ഡാറ്റ കിട്ടുമ്പോൾ അത് മറന്നു പോകുന്നതിന് മുന്നേ അത് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദിലീപും ഈ പറയുന്ന പൾസർ സുനിയും തമ്മിൽ വലിയ ബന്ധമായിരുന്നു. അവർ ഗൂഢാലോചന നടത്തിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്തത് എന്നുള്ളതാണല്ലോ പുറത്തുള്ള വാദം, കോടതി തള്ളിയ വാദം. ഇതിൽ 2013 എന്താണ് ആർക്കേഡിയ ഹോട്ടലിൽ സൗണ്ട് തോമ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് വെച്ചിട്ടാണ് പൾസർ സുനിയും അതേപോലെ ദിലീപും ചർച്ചകൾ നടത്തിയത് എന്നുള്ളതാണ് വാദം. ഈ വാദത്തെ പൊളിച്ചത് എങ്ങനെ പൊളിഞ്ഞടങ്ങി? ഇതിൽ പ്രത്യേകം പറയേണ്ട ഒരു വ്യക്തിയുടെ പേരുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള പൗലോസ് സാറ്. ഇദ്ദേഹമാണ് ഒരു പക്ഷെ ബാലിഷമായിട്ടുള്ള ഒരുപാട് തെളിവുകളുമായിട്ട് ദിലീപിനെ കൊടുക്കാൻ കോടതിയിൽ സമീപിച്ചത് എന്നുള്ളതാണ്. ആർക്കഡിയ ഹോട്ടലിലായിരുന്നു സൗണ്ട് തോമ സമയത്ത് നമ്മുടെ ദിലീപ് അതേപോലെ മുകേഷ് ഒക്കെ താമസിച്ചിരുന്നത്. എന്നാൽ ഈ സ്ഥലത്ത് പൾസർ സുനി എന്ന് പറയുന്ന മുകേഷിന്റെ ഡ്രൈവർ ആയിരുന്ന വ്യക്തി താമസിച്ചിട്ടില്ല എന്ന് കോടതിയിൽ തെളിഞ്ഞു എന്നുള്ളതാണ്. 2013 ആർക്കഡിയ ഹോട്ടലിൽ വെച്ച് നടന്ന ഒരു ബഹളം അല്ലെങ്കിൽ ഒരു വലിയ കച്ചറ, ഈ കച്ചറ പൾസർ സുനി ഇടപെടലുകൾ നടത്തിയിട്ട് പരിഹരിച്ചു കൊടുത്തു. അത് കണ്ട് ഇഷ്ടപ്പെട്ട ദിലീപ് പൾസർ സുനിയുമായിട്ട് ബന്ധം ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ബഹളം ഉണ്ടായപ്പോൾ അത് പരിഹരിച്ച പൾസർ സുനിക്ക് 650 ഉലുവയാണ് കൊടുത്തത് എന്നുള്ളതാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ചത്. അതായത് ഈ പ്രശ്ന പരിഹാരത്തിന് അയാൾ സാമ്പത്തികമായിട്ട് ദിലീപിന്റെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ ദിലീപിന്റെ പ്രൊഡക്ഷൻ കമ്പനിയിൽ നിന്നും പണം വാങ്ങി എന്നുള്ളതാണ്. അപ്പൊ ബന്ധം മൂർച്ഛിച്ചല്ലോ, അതിന് രേഖകളുണ്ട്, സ്ലിപ്പ് ഉണ്ട് പണം വാങ്ങിയതിന്റെ. അതുകൂടാതെ തന്നെ സുനിയുടെ കൂടെയുള്ള കുറച്ച് ഗുണ്ടകൾക്ക് കൂടി ഇത്തരത്തിൽ ഫണ്ട് കൊടുത്തു എന്ന് പറയുന്നത് ഒക്കെ 500 ഉലുവയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ കോടതിയിലെത്തിയപ്പോൾ കോടതി ചോദിക്കുകയാണ്, എന്താണ് പൗലോസ് ഇതൊക്കെ എന്നുള്ളത്. അതെന്താണെന്ന് വ്യക്തമാക്കി തരാം. സൗണ്ട് തോമ എന്ന സിനിമയിൽ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഈ ആർട്ടിസ്റ്റുകളിൽ ഒരാളുടെ പേര് സുനി എന്നാണ്. ഈ സുനി എന്ന് പറയുന്ന വ്യക്തിക്ക് 650 രൂപ ഡെയിലി വേജസിനാണ് അവർ പണിയെടുക്കുന്നത്. ആ സുനി എന്ന് പറയുന്ന ജൂനിയർ ആർട്ടിസ്റ്റിന് 650 രൂപ കൊടുത്തിരുന്നു. ബാക്കിയുള്ള ഗുണ്ടകളായി സിനിമയിൽ അഭിനയിച്ച ആളുകൾക്ക് കൊടുത്ത റെസിപ്റ്റുകളൊക്കെ പോലീസിന്റെ കൈവശം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പോലീസുകാരുടെ ധാരണ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ദിലീപുമായിട്ടുള്ള കണക്ഷനാണ് എന്നും ദിലീപിന്റെ പ്രൊഡക്ഷൻ കമ്പനിയിൽ നിന്ന് പണം വാങ്ങിയെന്നും ഈ ഒരു പ്രശ്ന പരിഹാരത്തിന് കൂട്ടുനിന്നത് കൊണ്ട് കൂടെ കൂട്ടിയെന്നും ഈ സമയത്ത് ഇയാൾ ഉപയോഗിച്ചുകൊണ്ട് നടിയെ ആക്രമിച്ചു എന്നുള്ളതാണ് പറയുന്നത്. 2013 കമ്പനിയാകുന്നു, 2017 ഈ ഒരു കൊട്ടേഷൻ കൊടുക്കുന്നു. അടിപൊളിയല്ലേ? എന്നാൽ ഈ വാദങ്ങളൊക്കെ പൊളിയുന്നത് എവിടെ വെച്ചാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുരുഷോത്തമൻ എന്ന് പറയുന്ന ഒരു മേക്കപ്പ് മാൻ ആണ് എല്ലാ കാര്യങ്ങളും പൊളിച്ചടക്കിയത്. അയാള് കോടതിയിൽ ഒരു 164 മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞാൻ മുകേഷിന്റെ മേക്കപ്പ് മാൻ ആണ്, അതുപോലെ തന്നെ പൾസർ സുനി മുകേഷിന്റെ ഡ്രൈവറാണ്, ആള് ഇടയ്ക്കിടക്ക് എന്റെ മുറിയിൽ വന്ന് താമസിക്കുമായിരുന്നു എന്നുള്ളത്. ഇതും കൂടി കിട്ടിയപ്പോൾ പോലീസുകാർക്ക് എളുപ്പമായി. കാരണം മുകേഷിന്റെ മേക്കപ്പ് മാൻ പറയുന്നു, പൾസർ സുനി എന്റെ മുറിയിൽ വന്നിരുന്ന് നിൽക്കാറുണ്ട്, മുകേഷുമായിട്ട് കമ്പനിയുണ്ട്, മുകേഷും ദിലീപും ഒരേ ആർക്കേഡി എന്ന ഹോട്ടലാണ് താമസിച്ചിരുന്നത്, അപ്പോ പൾസർ സുനി ഇവരും തമ്മിൽ ഒരു കണക്ഷൻ ആയില്ലേ എന്നുള്ളത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും തോന്നിപ്പോകും കേട്ടോ. പക്ഷേ ഈ പുരുഷോത്തമൻ തന്നെ പിന്നീട് ഈ മൊഴിയിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ വന്നു എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, ഇയാൾ മേക്കപ്പ് മാൻ ആണ് എന്ന് പറഞ്ഞത് തന്നെ വലിയ നുണയായിരുന്നു എന്നുള്ളതാണ്. ഈ സിനിമയിൽ ഇങ്ങനെ ഒരു മേക്കപ്പ് മാൻ തന്നെ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അത് അങ്ങനെയല്ല, ഇങ്ങനെയാണെന്ന് ഇങ്ങനെ കൂട്ടുക. സിനിമയിലെ മേക്കപ്പ് മാന്റെ സഹായിയാണ് എന്ന് കൂട്ടുക. അങ്ങനെയാണെങ്കിൽ പോലും മുകേഷിന്റെ മേക്കപ്പ് മാൻ ആണെന്ന് പറയോ? ഇല്ല. ഒന്നാമത്തെ വാദം പൊളിഞ്ഞു. ഇനി രണ്ടാമത്തെ വാദം, പൾസർ സുനി എന്റെ കൂടെ ആകെ 7 മാസമായിരുന്നു ഡ്രൈവറായിട്ട് പണിക്ക് വന്നത് എന്ന് മുകേഷ് പറയുന്നു. അയാളുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് അയാളെ എടുത്തു ദൂരെ കളഞ്ഞതാണെന്ന് പറയുന്നു. ഈ ഒരു കാലയളവിലാണ് പുരുഷോത്തമൻ എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് ഇയാള് എന്റെ മുറിയിൽ വന്നിരുന്നു എന്നുള്ളത്. ആ സമയത്ത് മുകേഷുമായിട്ട് ഇയാൾക്ക് ബന്ധമില്ലായിരുന്നു എന്ന് അപ്പൊ തന്നെ പൊളിഞ്ഞു എന്നുള്ളതാണ്. കോടതി കൃത്യമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനെ നിർത്തി പൊരിച്ചു എന്നുള്ളതാണ്. ഇനി ഇവര് പറഞ്ഞ മറ്റൊരു വലിയ നുണ, 2013 ഒരു ചെറിയ കച്ചറ ഉണ്ടാകുന്നു. കച്ചറ പരിഹരിക്കുന്നത് ആരാണ്? സുനിയാണല്ലേ. എന്നാൽ അങ്ങനെ ഒരു കച്ചറ അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും ആ കച്ചറ അല്ലെങ്കിൽ ആ ബഹളം പരിഹരിച്ചത് അവിടെയുള്ള ലോക്കൽ പോലീസാണ്. അന്വേഷണ ഉദ്യോഗസ്ഥന് ഇത് പോലീസുകാരാണ് പരിഹരിച്ചത് എന്ന് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ അതല്ല അവിടെ പറഞ്ഞത്. സുനി പരിഹരിച്ചു, സുനിയെ ഇഷ്ടപ്പെട്ട് ദിലീപ് കൂടെ കൂട്ടി കൊട്ടേഷൻ കൊടുത്തു എന്നുള്ളത്. എല്ലാം ഒറ്റയടിക്ക് പൊളിയാണ് കേട്ടോ.
അതായത് ജയിലിൽ വെച്ച് സുനിയെ കൊണ്ട് കൃത്യമായി ഉണ്ടാക്കിയെടുത്ത ഒരു കഥയാണ് ഇത് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ്. നിങ്ങൾ ദിലീപിനെ ഇങ്ങനെ കുറിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, നമ്മൾ ഈ കേൾക്കുന്ന വാർത്തകൾ കണ്ടുകൊണ്ടാണ് ആളെ കുറിച്ചത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു കാര്യം നടന്നിരുന്നു. ഇത് കോടതി അങ്ങ് വെറുതെ പറയുന്നതല്ല, കോടതി അന്വേഷണ ഉദ്യോഗസ്ഥനോട് ചോദിച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണെന്നുള്ളതാ. അപ്പോൾ ഒന്നാമത് ഇവർ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി എന്ന് പറഞ്ഞത് തന്നെ വലിയ നുണ. ഇവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് അഖിൽമാരാർ പറഞ്ഞതുപോലെ തന്നെ കോടതിയും അത് തെളിയിക്കുന്നു എന്നുള്ളതാണ്. അന്വേഷണ ഉദ്യോഗസ്ഥൻ കൊടുത്ത ബാലിഷമായിട്ടുള്ള കെട്ടിച്ചമച്ച ഈ തെളിവുകൾ കോടതിക്ക് മുന്നാകെ തോറ്റു തുന്നമ്പാടി. അപ്പൊ രണ്ടു കാര്യം പൊളിഞ്ഞ്. ഒന്ന്, ഈ പുരുഷോത്തമൻ പറഞ്ഞ വാദങ്ങൾ, അയാൾ കൊടുത്ത മൊഴികൾ, അത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ്. പൾസർ സുനിയെ മുകേഷ് ഒഴിവാക്കിയതിന് ശേഷമാണ് ആളുമായിട്ട് ഒരു കമ്പനി ആവുന്നത്, അങ്ങോട്ട് വരുന്നത്. അയാളെ പോലും പുരുഷോത്തമൻ റൂമിൽ കള്ളു കുടിച്ച് വന്നതിന്റെ ഭാഗമായിട്ട് ഇറക്കി വിട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ പുരുഷോത്തമൻ മുകേഷിന്റെ പേഴ്സണൽ മേക്കപ്പ് മാൻ ആണെന്ന് പറഞ്ഞത് നുണയാണ്. ആ സിനിമയിൽ പുരുഷോത്തമൻ എന്ന് പറയുന്ന വ്യക്തി തന്നെ ഇല്ല എന്നുള്ളതാണ്. ഈ ഒരു ക്യാരക്ടർ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നും നമുക്കറിയാൻ കഴിയും. കാരണം സിനിമയിൽ എഴുതി കാണിക്കുന്ന ടൈറ്റിൽ കാർഡിലോ എൻഡ് കാർഡിലോ കാണാനില്ല അയാളുടെ പേര് എന്നുള്ളതാണ്. മുകേഷും ദിലീപും ആർക്കഡിയ എന്ന ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ട്. പക്ഷെ ദിലീപ് എന്നും അവിടെ താമസിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അയാൾ സ്വന്തം വീട്ടിലായിരുന്നു പലപ്പോഴും താമസിച്ചിരുന്നത്. അതുപോലെ തന്നെ ഇവിടെ പൾസർ സുനിക്ക് റൂം ഉണ്ടായിരുന്നില്ല എന്ന് ആ ഹോട്ടലുകളിലെ രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാവും. അവിടുത്തെ ജീവനക്കാരും അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി മുകേഷിന്റെ ഡ്രൈവർ ആയിരുന്നു പൾസർ സുനി എന്ന് നിങ്ങൾ അതിൽ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ പേഴ്സണൽ യാത്രകൾക്ക് മാത്രമേ ഡ്രൈവറെ വെച്ചിരുന്നുള്ളൂ. സിനിമ ഷൂട്ടിൽ വന്നു കഴിഞ്ഞാൽ അത് യൂണിറ്റ് വാഹനത്തിലായിരുന്നു യാത്ര എന്നുള്ളതാണ്. അതുകൊണ്ട് പൾസർ സുനിയെ എന്നോ ഒഴിവാക്കിയതിന് ശേഷം നടന്ന ഒരു കാര്യം പോലീസുകാർ മനഃപൂർവ്വം മാനിപ്പുലേറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത കഥകളാണ് എന്ന് അവിടെ പൊളിയാണ്. ഇനി ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു തന്നെയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തർക്കമുണ്ടായപ്പോൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ പൾസർ സുനിക്ക് 650 രൂപ കൊടുത്തത്. വിത്ത് എവിഡൻസ്, വിത്ത് റെസിപ്റ്റ്. കൂടെ നിന്ന ഗുണ്ടകൾക്കൊക്കെ 500 രൂപയും 600 രൂപ വെച്ചിട്ട് അവർക്കും കൊടുത്തിട്ടുണ്ട്. ഇത്രക്ക് ദാരിദ്ര്യം പിടിച്ചിട്ടുള്ള ഗുണ്ടകളാണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇത് തന്നെ കോടതിയുടെ മുന്നിൽ എത്തിച്ചപ്പോൾ ആള് കുടുങ്ങിപ്പോയി. പിന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് കോടതി, പോലീസുകാരാ നിങ്ങൾ ഇത് അന്വേഷിച്ചിരുന്നോ? ഇവർക്ക് എവിടെ നിന്ന് ഈ പണം കിട്ടി, എന്തിന് കിട്ടിയെന്ന് അന്വേഷിച്ചിരുന്നോ എന്നുള്ളത്. അയാൾ തലതാഴ്ത്തിരിക്കരുത്. കാരണം എന്താണെന്നറിയോ? കൂടുതൽ അന്വേഷണം നടന്നിട്ടില്ല. ഇവിടെ സിനിമയിൽ അഭിനയിച്ച ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ഇടയിൽ ഒരാളുടെ പേര് സുനി എന്നായിരുന്നു. അയാൾക്ക് 650 രൂപ സിനിമയിൽ അഭിനയിച്ചതിന് കൊടുത്തിരുന്നു. സുനി എന്ന് കേട്ടപ്പോഴേക്കും ഈ ഒരു കഥ അങ്ങ് കണക്ട് ചെയ്ത് എങ്ങനെയെങ്കിലും ദിലീപിനെ കൊടുക്കാമെന്ന ലക്ഷ്യത്തോടു കൂടി ചെയ്തതാവാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ 1 രൂപ പോലും ദിലീപിന്റെ കയ്യിൽ നിന്ന് നമുക്ക് ആർക്കും വാങ്ങേണ്ട ആവശ്യമില്ല ഈ വീഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കാനോ. കാരണം ഈ ജഡ്ജ്മെന്റ് എടുത്ത് നോക്കിയാൽ മതി. ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കയ്യിൽ തന്നെയാണ് പാളിച്ചുകൾ പറ്റിയിട്ടുള്ളത്. ദിലീപുമായിട്ടുള്ള കണക്ഷൻ കണ്ടെത്താൻ കഴിഞ്ഞില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താ സംഭവിച്ചെന്നുള്ളത്? പോലീസുകാർ പരിഹരിച്ച ഒരു വിഷയം പൾസർ സുനി പരിഹരിച്ചു എന്നൊരു പോലീസുകാരൻ തന്നെ എഴുതി പിടിപ്പിച്ചെങ്കിൽ എന്താ അവസ്ഥ? രണ്ടാമത്തെ കാര്യം, ഈ പുരുഷോത്തമൻ എന്ന് പറയുന്ന വ്യക്തി മുകേഷും തമ്മിലുള്ള ബന്ധം കണ്ടെത്താൻ കഴിഞ്ഞില്ല. പൾസർ സുനിയെ മുകേഷ് എന്ന് ഒഴിവാക്കിയിരുന്നു. പല കാര്യങ്ങളുണ്ട്. ദിലീപിലേക്ക് ഇതിൽ ഏത് കാര്യമാണ് കണക്ട് ചെയ്തത്? അല്ലെങ്കിൽ സൗണ്ട് തോമ സിനിമയുടെ ഇടയിൽ ഇവർ ഒരുമിച്ച് ഇരുന്ന് വർത്താനം പറയുന്ന തെളിവുകൾ വേണം അല്ലെ? അങ്ങനെ ഒരു തെളിവും കൊടുക്കാൻ പോലീസുകാർക്ക് കഴിഞ്ഞില്ല. അവരുണ്ടാക്കിയ തെളിവുകളെല്ലാം വ്യാജമായിരുന്നു എന്നുള്ളത് കോടതി തന്നെ തെളിയിക്കുന്നു. ഇനി നിങ്ങൾ പറ, ആരുടെ ഭാഗത്താണ് തെറ്റ്? ദിലീപ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്ന് ഞാൻ ഇന്നും ഉറച്ചു വിശ്വസിക്കുന്നു. നടിക്ക്, ഇരയാക്കപ്പെട്ട ആ സ്ത്രീക്ക് അവർക്ക് നീതി കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ എല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ പൾസർ സുനി മാത്രമായിരുന്നോ എന്നുള്ള ഒരു ചോദ്യം നിൽക്കുന്നുണ്ട്. ബാക്കിയൊക്കെ പോലീസുകാർ വീണ്ടും അന്വേഷിച്ച് കണ്ടെത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ഇപ്പോൾ ഒരു സ്റ്റാൻഡേ ഉള്ളൂ. CBI കൊണ്ട് കേസ് അന്വേഷിപ്പിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം. ഇവിടെ യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. ദിലീപിനെ എന്തുകൊണ്ട് ഇങ്ങനെ ക്രൂശിച്ചു എന്നുള്ളതും കൂടി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. നടിക്ക് നീതി ലഭിക്കുന്നത് വരെ ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കും. കൂടെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ് ഓഫ്.